ദേവഗുരുവായ അങ്ങും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം പിൽക്കാലത്ത് ഗുരുവായൂർ എന്നറിയപ്പെടും. കലികാലത്ത് ഭക്തർക്ക് അഭയമായി ഈ സങ്കേതം മാറും. ഞാൻ പാർവതീദേവിയോടൊപ്പം അടുത്തു തന്നെ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും. അങ്ങനെ ബൃഹസ്പതി ദേവശില്പിയായി വിശ്വകർമാവിനെ വിളിച്ച് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ചു. പിന്നീട് ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് താന്ത്രിക വിധിപ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി, നാരദ മഹർഷി സ്തുതിഗീതങ്ങൾ പാടി. ആ മംഗളമുഹൂർത്തത്തിന് സാക്ഷികളായ പാർവതി പരമേശ്വരന്മാർ അടുത്തുള്ള മമ്മിയൂരിൽ തന്നെ സ്വയംഭൂവായി കുടികൊള്ളുകയും ചെയ്തു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച ഈ പുണ്യഭൂമി ഗുരുവായൂരായും ഇവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി. വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവ്വചൈതന്യത്തോടും കൂടി വാഴുന്നതിനാൽ